അച്ഛാ നമ്മൾ മനോഹരമായിട്ടുള്ള ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ പാടിപ്പോവാണ്. ഇങ്ങനെ പാടിപ്പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ബിനോജ് മുളവരിക്കൽ അച്ഛൻ എഴുതിയ ഒരു ബിനോയ് അച്ഛൻ്റെ അനേകം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ബിനോയ് അച്ഛൻ്റെ പാട്ടുകൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അച്ഛൻ എഴുതിയ വരികളാണ്, നല്ല നല്ല വരികൾ. ഭാരതറാണിയാം അൽഫോൻസായെ അച്ഛൻ കേട്ടിട്ടുണ്ടാവല്ലോ ഉറപ്പായിട്ടും. അച്ഛൻ അറിയുന്ന നല്ലൊരു പാട്ടാണത്. ബിനോജ് അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് ഹൃദയത്തിൽ ആളുകൾ മറക്കാത്ത രീതിയിൽ ആ വരികളെ അങ്ങ് പതിപ്പിക്കും. ഈ നിൽക്കുന്ന ഒരു ഒരു വേ ഓഫ് മ്യൂസിക് അല്ലേ അച്ഛനുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ ധ്യാനിച്ചാണ് വരികൾ എഴുതുന്നത്. അൽഫോൻസാമ്മയെ പറ്റി പറയുമ്പം സഹനങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈശോയുമായിട്ടുള്ള അൽഫോൻസാമ്മയുടെ ആഴമായിട്ടുള്ള ബന്ധം അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ബിനോയ് അച്ഛൻ അതിനെയൊക്കെ ഒത്തിരി ധ്യാനിച്ച് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള വരികളാണ്. അപ്പോൾ അൽഫോൻസാമ്മയുടെ പാട്ടുകൾ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഈ ബിനോയ് അച്ഛൻ്റെ ഈ ഒരു പാട്ടും കൂടെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് നഷ്ടമായി പോകുന്നു. ഒരു പൂർണ്ണത വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ചെന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു പാട്ടൊന്ന് പാടിക്കേട്ടാലോ, ബിനോയ് അച്ഛൻ്റെ ഭാരതറാണിയാം അൽഫോൻസായെ. ഭാരതറാണിയാം അൽഫോൻസായെ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ. ഭാരതറാണിയാം അൽഫോൻസായെ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ. സഹനം നിൻ സഹചാരി സുഹൃതം പ്രിയതോഴി, സഹനം നിൻ സഹചാരി സുഹൃതം പ്രിയതോഴി. കണ്ണീർ കണങ്ങൾ നിൻ പൂജാ പുഷ്പം, നിൻ പൂജാ പുഷ്പം. വിശുദ്ധ അൽഫോൻസായെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഈശോതൻ തിരുമുറിവിൽ നീ ഞങ്ങൾക്കഭയം നൽകണമേ. വിശുദ്ധ അൽഫോൻസായെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഈശോതൻ തിരുമുറിവിൽ നീ ഞങ്ങൾക്കഭയം നൽകണമേ.